Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പി മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമുള്ള എം.പിയുടെ മണ്ഡല പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ എം.പി. വ്യാഴാഴ്ച രാവിലെ തിരികപ്പുറ കൈപ്പുറത്തുനിന്നുമാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ആരംഭിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമായിരുന്നു എം.പിയുടെ പര്യടനം. സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് കൊപ്പം ഓണക്കുഴിയിൽ നടന്ന പര്യടനത്തിൽ സംസാരിക്കവേ വി.കെ. ശ്രീകണ്ഠൻ എം.പി. കുറ്റപ്പെടുത്തി. എല്ലാ മേഖലയും തളർത്തിയ ഭരണമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി സർക്കാർ ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ പ്രളയം വന്നും കോവിഡ് വന്നും തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടവർ, അവരെ ആരും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായി. തൊഴിലില്ലാതെ വരുമാനമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒട്ടനവധി ലക്ഷക്കണക്കിന് ആളുകൾ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രം ഈ കേരളത്തിന് സംഭാവന ചെയ്ത പിണറായി സർക്കാരിനെതിരെ ജനരോഷം അതിശക്തമാണ്. 300 ഇരട്ടിയാണ് വീട്ടുനികുതി, 400 ഇരട്ടിയാണ് ഭൂനികുതി. കെട്ടിട നികുതിയും ഭൂനികുതിയും കൂടി തന്നെ വലിയൊരു ഭാരം അടിച്ചേൽപ്പിച്ചു. 500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയാൻ തറപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ഫീസായിട്ട് അടയ്ക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു. ഇലക്ട്രിസിറ്റി ചാർജ് 3 തവണ കൂട്ടി, വെള്ളക്കരം 3 തവണ കൂട്ടി. നടു റോഡിലിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന നമ്മുടെ നിരത്തുകളിലെ ആയിരക്കണക്കിന് ക്യാമറകൾ, മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ ജനങ്ങളെ ഇതുപോലെ ഈ ദുരിതകാലത്ത് ഏറ്റവും കഷ്ടത്തിലാക്കിയ സർക്കാർ ഇനിയും തുടരുന്നത് ഈ നാടിന് ആപത്താണ്. സാമൂഹ്യ സുരക്ഷിതത്വം വലിയ ഭീഷണിയിലാണ്. സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുക, മദ്യം കേരളം മുഴുവൻ വിളമ്പുകയാണ്. ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ 28 ബാർ ഉണ്ടായിരുന്നത് 932 ബാറായി കൂട്ടി. ഈ കേരളത്തിൽ ഇനി ബാറില്ലാത്ത അപൂർവ പഞ്ചായത്തുകൾ. നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാനാ ഗവൺമെന്റ് തീരുമാനം. മദ്യം മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലയിലും മയക്കുമരുന്ന് വളരെ വ്യാപകമാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുക, യുവാക്കൾ വിദ്യാർത്ഥികൾ ഇതിനടിമകളാകുക. ഭാവി തലമുറ ആശങ്കയോടുകൂടിയാണ് ഈ സർക്കാരിന്റെ നടപടികളെ കാണുന്നത്. കൈപ്പുറം, കൊപ്പം, കുരാച്ചിപ്പടി, മുളയങ്കാവ് എന്നിവിടങ്ങളിലും എം.പിയുടെ പര്യടനം നടന്നു. കുരാച്ചിപ്പടിയിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും യു.ഡി.എഫ് നേതാക്കളും പങ്കെടുത്തു. പട്ടാമ്പിയിലായിരുന്നു പര്യടനം സമാപിച്ചത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പുറമെ അതാത് പ്രദേശത്തെ യു.ഡി.എഫ് നേതാക്കളും എം.പിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സാമ്പത്തികമായി പാപ്പരത്തുണ്ടായാൽ അവസാനം ചൂതാട്ടം കേരളത്തിൽ ഏറ്റുപിടിക്കുന്നത് ലോട്ടറിയാണ്. സമ്മാനം കിട്ടില്ല. നിരാശരായ പാവപ്പെട്ടവർ ഉള്ള കൂലി മുഴുവൻ കൊണ്ടുപോയി കൊടുത്ത് ലോട്ടറി എടുക്കുകയാണ്. അപ്പൊ മദ്യവും മയക്കുമരുന്നും ലോട്ടറിയുടെയും താവളമായി കേരള സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഒന്നുണ്ടല്ലേ, ഈ കൊടി ബംഗാളിൽ കാണാനില്ല. 35 വർഷം ഭരിച്ച ബംഗാളിൽ ഈ കൊടി കാണില്ല. ഞാൻ അവിടെ പോയിരുന്നു. ബംഗാളിൽ ഒരു ലോക്സഭാ കമ്മിറ്റിക്ക് ഒരു റിച്ചാക്കാരനെ വിളിച്ചു. എന്നിട്ട് വന്ന് CPM-ന്റെ ഏതെങ്കിലും ഓഫീസ് ഒന്ന് കാണിച്ചു ചോദിച്ചു. രാവിലെ 7 മണിക്ക് നടക്കാറിയതാ. നടയത്തേക്കുള്ള കൽക്കത്ത നഗരം നിങ്ങൾക്ക് അറിയാലോ. ആ ചങ്ങാതി എല്ലായിടത്തും കൂടി കൊണ്ടുപോയി. ഇവിടെ പണ്ടുണ്ടായിരുന്നു, ഇവിടെ മുമ്പുണ്ടായിരുന്നു, ഒരു ഓഫീസും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഫീസ് വേണ്ട, ഒരു ചുവന്ന കൊടി എവിടെങ്കിലും ഈ ഫ്ലാഗ് സ്റ്റമ്പൊക്കെ കൊടുത്തല്ലോ. നമ്മുടെ നാട്ടിൽ വഴി നീളം കുഞ്ഞിണ്ടല്ലോ.